എൻ്റെ ചങ്ക് പൊട്ടാനും ഉള്ളൊരു കാരണം അത് വേറൊന്നുമല്ല. ഏകദേശം 29-ാം തീയതി രാവിലെ ഞാനിപ്പോൾ ഇരിക്കുന്ന എൻ്റെ ബെഡ്റൂമിലാണ്. ഇതെൻ്റെ ബെഡിൻ്റെ ഹെഡ് റെസ്റ്റ് ആണ് നിങ്ങൾ കാണുന്നത്. ഞാൻ ഇങ്ങനെ ചാരിയിരുന്ന് പ്രാർത്ഥിക്കും. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാനൊരു സ്വപ്നം കണ്ടു. എന്ന് വെച്ചാൽ ഇടയ്ക്ക് ഞാൻ ഉറങ്ങിപ്പോയി. ഉറങ്ങിയപ്പോൾ ഞാനൊരു സ്വപ്നം കണ്ടു. സ്വപ്നം കണ്ടത്, എനിക്കറിയാവുന്ന കുറച്ച് തമിഴ് സഹോദരന്മാർ അവരൊരുമിച്ച് ഇങ്ങനെ ഇരിക്കുന്നു. അവരൊരുമിച്ചിരുന്നിട്ട് ആരോ ഇങ്ങനെ ആശ്വസിപ്പിക്കുന്നു. അപ്പം എനിക്ക് തമിഴ് കുറച്ചറിയാം. ഞാനിത് കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി. പക്ഷെ എന്താണെന്ന് എനിക്ക് ശരിക്കും ക്ലിയറായിട്ട് മനസ്സിലായില്ല. ഇപ്പം യൂഷ്വലി എൻ്റെ വൈഫ് ഉണ്ടെങ്കിൽ ഞാൻ പുള്ളിക്കാരിയോട് പറഞ്ഞിട്ട് ഞങ്ങൾ രണ്ടുപേരുടെ കൈ ഓർത്ത് പിടിച്ച് പ്രാർത്ഥിക്കും. അന്ന് പുള്ളിക്കാരിക്ക് നൈറ്റ് ഡ്യൂട്ടിയാണ്. നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് ഞങ്ങൾ വരുമ്പോൾ കാണാറില്ല. ഞാൻ സ്കൂളിൽ പോവും. പുള്ളിക്കാരി വരുമ്പോഴത്തേന് ഏകദേശം 7:30-8 മണിയാവും. ഞാൻ 6:20 6:30 ആകുമ്പോൾ വീട്ടിൽ നിന്ന് പോവും. ഞങ്ങൾ വൈകുന്നേരങ്ങളെ കാണാറുള്ളൂ. അപ്പം ഞാൻ ഞങ്ങളുടെ സുനീഷ് ബദർ, നമ്മുടെ ഗ്രൂപ്പിൽ അന്ന് ദൈവചനം സംസാരിച്ച സുനീഷ് ബദറിനെ വിളിച്ചിട്ട് പറഞ്ഞു, സുനീഷ് ബദറെ ഇങ്ങനെ ഞാനൊരു കാഴ്ച കണ്ടു, എന്താണെന്ന് അറിയത്തില്ല, പക്ഷെ ആരോ ഒരാൾ മരിച്ചു. അവരെ ആശ്വസിപ്പിക്കുന്നതാണ് എനിക്ക് ഈ കോൺവെർസേഷൻ. അപ്പൊ പിന്നെ അടുത്ത ഞങ്ങളുടെ ചിന്ത, ഇനിയിപ്പം നമ്മുടെ ഗ്രൂപ്പിൽ മരിക്കാൻ ആരാ ഉള്ളതെന്ന്. കാര്യം ഞങ്ങളെല്ലാം ചെറുപ്പക്കാരാണല്ലോ. അപ്പോൾ പെട്ടെന്ന് തട്ടിപ്പോന്നുള്ളൊരു ചിന്ത നമുക്കാർക്കും ഇല്ല. അപ്പം എന്നിട്ട് ഞങ്ങളൊരു നിഗമനത്തിലെത്തി. പ്രത്യേകിച്ച് ഞാനൊരു നിഗമനത്തിലെത്തി. നമ്മുടെ കൂട്ടത്തിൽ ഒരു തമിഴ് സഹോദരനുണ്ട്. അദ്ദേഹത്തിൻ്റെ മാതാവ് ഇച്ചിരി പ്രായം ചെന്ന അവസ്ഥയിലാണ്. അപ്പൊ ഇനി ആ മാതാവ് ആയിരിക്കാം എന്ന് പറഞ്ഞ് ഞങ്ങൾ ആശ്വസിച്ചു. അത് കഴിഞ്ഞ് കഴിച്ച് കറക്റ്റ് ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ സംഭവിച്ചത്. അത് ഞങ്ങളെ വല്ലാതെ അലട്ടി. വലിയൊരു വിഷമത്തിലേക്ക് സഭയായിട്ട് ഞങ്ങളെ കൊണ്ടുപോയി. കാര്യം കുറച്ച് പേരെ ഉള്ളത് കൊണ്ട് ഞങ്ങളൊക്കെ സഹോദരന്മാരായി വളരെ അടുത്ത് സ്നേഹിച്ച് ഇരുന്ന ആൾക്കാരാണ്. പ്രത്യേകിച്ച് ആ കുടുംബത്തെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുക. പ്രശ്നങ്ങളൊന്നുമില്ലാതെ ഫ്യൂണറലൊക്കെ നടക്കുവാൻ ഇടയായിത്തീർന്നു. അതിൻ്റെ കാര്യങ്ങളെല്ലാം ഇവിടെ നിന്ന് ഞങ്ങൾക്ക് ചെയ്യേണ്ടി വന്നു. എങ്കിലും ദൈവത്തിൻ്റെ കരം കൂടെ ഇരുന്നു. അപ്പോഴൊക്കെ എൻ്റെ ഒരു ചോദ്യം, ദൈവമേ, എന്താ ഈ മനുഷ്യൻ ഇങ്ങനെ മരിച്ചു പോകുന്നത് പെട്ടെന്ന്? അതായത് അദ്ദേഹത്തിന് 43 വയസ്സേ ഉള്ളൂ. ബൈബിള് പ്രകാരം പറഞ്ഞാൽ 120 വരെയൊക്കെ നമുക്ക്, പിന്നെ പറഞ്ഞാൽ ഏറെയായാൽ 80 എന്നൊക്കെയാണ് പറയുന്നത്. 70-80 എന്നൊക്കെയാണ് ബൈബിളിലെ ഇപ്പോഴത്തെ ഒരു കണക്ക് പറയുന്നത്. എന്നിട്ടൊരു 80 പോലും എത്തിയില്ലല്ലോ എന്നൊക്കെ ഞാനിങ്ങനെ ആലോചിച്ചു. അപ്പോഴെനിക്ക് മനസ്സിലായ ഒരു കാര്യം നിങ്ങളെ എൻകറേജ് ചെയ്യാൻ വേണ്ടി ഞാൻ പറയുക. മനുഷ്യരായ നമുക്ക് എല്ലാത്തിനും ഒരു ആഗ്രഹമുണ്ട്. ഇങ്ങനെ പറഞ്ഞാൽ എക്സ്പയറി ഡേറ്റ് വരെ നമ്മൾ അതിൻ്റെ സാധനങ്ങൾ ഉപയോഗിക്കുന്നവരാ. എന്ന് പറഞ്ഞതുപോലെ നമുക്കെല്ലാം ഒരു ആഗ്രഹമുണ്ട്. എന്തുവാ? 80 വയസ്സ് വരെ, 70 വയസ്സ് വരെ, ഒക്കുവാണെങ്കിൽ 120 വയസ്സ് വരെ. പിന്നെ ഇച്ചിരി കൂട്ടി പറഞ്ഞാൽ ലോകത്തിലേക്ക് ഏറ്റവും നാൾ ജീവിച്ചിരുന്ന വ്യക്തി എന്നുള്ള റെക്കോർഡൊക്കെ അടിച്ചിട്ട് പോകണമെന്നൊക്കെയാണ് നമ്മുടെ ആഗ്രഹം. പക്ഷെ ദൈവത്തിന് അങ്ങനല്ല. ദൈവത്തെ സംബന്ധിച്ച് ദൈവം ഓരോരുത്തർക്കും അവരുടെ ജീവിതത്തെപ്പറ്റി ഒരു ടാർജറ്റ് കൊടുത്തിട്ടുണ്ട്, ഒരു ഉദ്ദേശം കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്നെ കേൾക്കുന്നവരെ, ഇന്ന് നിങ്ങളോട് ഞാൻ പറഞ്ഞു തുടങ്ങുന്നത് അതാണ്. ദൈവത്തിന് നമ്മളെക്കുറിച്ചൊരു ഉദ്ദേശമുണ്ട്. ഇന്ന് എന്നെ കേൾക്കുന്ന എല്ലാ വ്യക്തി ജീവിതങ്ങളെയും കുറിച്ച് ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. ഈ ഭൂമിയിൽ അവരെങ്ങനെ ജീവിക്കണമെന്നും ഈ ഭൂമിയിൽ എങ്ങനെ ആയിരിക്കണമെന്നൊക്കെ. അപ്പൊ ദൈവത്തിന് മനുഷ്യനൊരു ടാർജറ്റ് കൊടുത്തിട്ടുണ്ട്. ആ ടാർജറ്റ് എത്തിക്കഴിയുമ്പോഴത്തേക്കിന് ദൈവം എന്തോ ചെയ്യും? അവരെ മടക്കി വിളിക്കും. അതാണ് ഈ ഭൂമിയിലെ വേർപാടെന്ന് പറയുന്നത്. പക്ഷെ അതൊരു വേർപാടല്ല, അത് നിത്യജീവന്റെ തുടക്കമാണ്. കണ്ടിന്യൂസ് നിത്യജീവൻ എന്ന് പറയുന്നത് ഈ ഭൂമിയിൽ ഇപ്പോൾ നമ്മൾ ഉണ്ടായിരിക്കുന്നത്. അതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ദൈവത്തോടുകൂടെ ജീവിക്കുന്നതിനാണ് നിത്യജീവൻ, ഒരിക്കലും നശിക്കാത്ത ജീവൻ. അങ്ങനെയെങ്കിൽ ഈ ഭൂമിയിൽ വരുന്നത് നമ്മളെ സംബന്ധിച്ചത് മരണമാണെന്ന് നമ്മൾ പറയും. നമ്മളെ സംബന്ധിച്ചത് ഈ ഭൂമിയിൽ നിന്നുള്ള വേർപാടാണെന്ന് പറയും. എന്നാൽ അതുകൊണ്ടാണ് ദൈവജനം പറയുന്നത്, നീതിമാന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയതാണ്. വിലയേറിയതാണ്. അങ്ങനെയെങ്കിൽ ഞങ്ങളുടെ പ്രിയ കാർത്തികണ്ണനും ദൈവത്തോടു കൂടെയാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കാര്യം അനുഗ്രഹിക്കപ്പെട്ട അദ്ദേഹത്തെ പറ്റി പറയണമെങ്കിൽ ഒരുപാട് വാക്കുകളുണ്ട്. എനിക്കെന്തോ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് എനിക്ക് ശരിക്കും ഉറങ്ങാൻ പോലും പറ്റിയിട്ടില്ല. ഭയങ്കരമായിട്ട് ഞാനും ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആയിരുന്നു. അദ്ദേഹത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ, അദ്ദേഹത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഞങ്ങൾക്ക് എല്ലാവർക്കും
സഭയായി വളരെയേറെ ഞങ്ങളെ അലട്ടിക്കൊണ്ടിരുന്നുവെങ്കിലും ആ കുടുംബത്തെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുക. ഞാൻ ഒറ്റയ്ക്ക് വിശ്വാസത്തിൽ വന്നതാണ്. അവരുടെ വിശ്വാസത്തിൽ തളർന്നു പോകാതെ, ക്ഷീണിച്ചു പോകാതെ ദൈവത്തിനു വേണ്ടി നിൽക്കാൻ ആ സഹോദരിയെ സഹായിക്കേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കാം. ആ സഹോദരിക്കും തിരിച്ചു വരേണ്ടതായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു 1.5 മാസത്തിനുള്ളിൽ താനും തിരിച്ചു വരും. തുടർന്നുള്ള എല്ലാ കാര്യങ്ങളെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കണമെന്ന് ഞാൻ ആദ്യമായിട്ട് നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. അതുകൊണ്ട് ഈ ഒരാഴ്ച ഞാൻ ഒരു ക്ലാസ്സും എടുത്തില്ല. എനിക്ക് മൺഡേയും ട്യൂസ്ഡേ ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ അവരോട് പറഞ്ഞു, എന്തോ എനിക്ക് പറ്റുന്നില്ല, കാര്യം ഒന്ന് ഉറങ്ങാൻ കഴിയുന്നില്ല. പല കോളുകളും അറ്റൻഡ് ചെയ്യേണ്ടതായിട്ടൊക്കെ ഉള്ളതുകൊണ്ട് എല്ലാ ദിവസവും കിടക്കുന്നത് ഒരുപാട് ലേറ്റായിട്ടാണ്. അതുകൊണ്ടൊക്കെ അപ്പോൾ ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന വിഷയം ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 13-ാമത്തെ വാക്യം. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 13-ാം വാക്യം ഒന്ന് വായിക്കാമോ? യഹോവയായ ദൈവം സ്ത്രീയോട്, നീ ഈ ചെയ്തത് എന്ത് എന്ന് ചോദിച്ചതിന്, പാമ്പ് എന്നെ വഞ്ചിച്ചു, ഞാൻ തിന്നുപോയി എന്ന് സ്ത്രീ പറഞ്ഞു. ആമേൻ. ആമേൻ. താങ്ക് യു. ഇവിടെ ദൈവം സ്ത്രീയോട് ചോദിക്കുകയാണ്, നീ ഈ ചെയ്തത് എന്താ? നിന്നെ ഞാൻ ഒരു പർപ്പസിന്, ഒരു പ്ലാനിന് ഈ ഭൂമിയിലാക്കിയപ്പോൾ അതിനെ മറുതലിച്ച് അല്ലെങ്കിൽ അനുസരണക്കേട് നീ കാണിച്ചത് എന്ത് എന്ന് ചോദിച്ചപ്പോൾ, ദൈവത്തിനെതിരായ അനുസരണക്കേട് കാണിച്ചത് എന്തെന്ന് ചോദിച്ചപ്പോൾ സ്ത്രീയുടെ മറുപടിയാണ് പറഞ്ഞത്, പാമ്പ് എന്നെ വഞ്ചിച്ചു. അങ്ങനെയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ പല അനുസരണക്കേടുകൾക്കും പുറകിൽ എന്തോ ഉണ്ട്? ഒരു വഞ്ചനയുണ്ട്. ഒരു വഞ്ചന. ഇന്ന് തൽക്കാലം നമ്മളതെന്തോ ചെയ്യണം? തിരിച്ചറിയണം. ഇവിടെ പറയുകയാണ്, പാമ്പ് എന്നെ വഞ്ചിച്ചു. അപ്പോൾ ഒരു ചോദ്യം, ഹവ്വയെ, എന്തുകൊണ്ട് നിനക്ക് ഇത്രയും നാളും അല്ലെങ്കിൽ ഇത്ര സമയം ഇതൊരു വഞ്ചനയായിട്ട് തോന്നിയില്ല? എന്തുകൊണ്ട് നിനക്ക് ചതിക്കപ്പെട്ടുവെന്ന് തോന്നിയില്ല? പണ്ടൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്, ഞങ്ങളൊക്കെ കൊച്ചിലെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഈ കൂട്ടുകാരൊക്കെ വിളിച്ചിട്ട് പറയടാ, ഇങ്ങ് വന്നടാ, ഒരു കാര്യം കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞിട്ട് അടുത്തുള്ള മാവിൻ്റെയോ പ്ലാവിൻ്റെയോ ഒക്കെ ചൂട്ടിക്കൊണ്ട് നിർത്തും. എന്നിട്ട് പറയാം, ദോണ്ട മേളോട്ട് നോക്കിയ ഒരു കിളിയെ കണ്ടു. അപ്പം നമ്മൾ കാണത്തില്ല. എന്നിട്ട് പറയാം, കണ്ടില്ല എന്നൊക്കെ പറഞ്ഞ് നോക്കും. സംഭവം എന്താണെന്നറിയോ? വല്ല ഉറുമ്പും കൂട്ടിലുമായിരിക്കും നമ്മളെ പിടിച്ച് നിർത്തിയേക്കുന്നത്. അപ്പോൾ ഉറുമ്പ് കടിക്കുമ്പോൾ മനസ്സിലാവും ഇത് കിളിയെ കാണിക്കാനല്ല കൊണ്ടുവന്ന്, നമ്മളെ ഉറുമ്പിനെ കൊണ്ട് കടിപ്പിക്കാനായിരുന്നു എന്ന് പറയുന്നത് പോലെ അത് പാപം ചെയ്ത് അനുസരണക്കേട് ദൈവത്തിൽ നകന്നു കഴിഞ്ഞപ്പോൾ സ്ത്രീക്ക് മനസ്സിലായി, ഇതൊരു വഞ്ചനയായിരുന്നു, ഇതൊരു ചതിയായിരുന്നു. മനുഷ്യന്റെ ആദ്യ പാപം വന്ന വഴികളെക്കുറിച്ച് കഴിഞ്ഞ 3 ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചു. അതിനെപ്പറ്റി പറഞ്ഞാൽ ഇതാരാണ് എന്ന് വളരെ വിശദമായിട്ട് നമുക്ക് കാണുന്നത് വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം 9-ാം വാക്യത്തിലാണ്. വെളിപ്പാട് പുസ്തകം 12-9. ഭൂതലത്തെ മുഴുവൻ തെറ്റിച്ചു കളയുന്ന പിശാചും സാത്താനും എന്ന മഹാസർപ്പമായ പഴയ പാമ്പിനെ ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞു, അവന്റെ ദൂതന്മാരെയും അവനോടുകൂടെ തള്ളിക്കളഞ്ഞു. ആമേൻ. മതി. ഇവിടെ കാണുന്നത് ആ പഴയ സർപ്പം, പാമ്പ്. അവൻ എന്തുവാ ചെയ്യുന്നതെന്നാ പറഞ്ഞ്? വഞ്ചിക്കുന്ന ആ പഴയ പാമ്പ്. അപ്പൊ പുള്ളി മാത്രമല്ല, പുള്ളിയുടെ കൂട്ടത്തിൽ വേറെ ആരുണ്ടോ? കുറച്ച് അവന്റെ ദൂതന്മാരും ഉണ്ട്. ഒരുപക്ഷെ പുള്ളി വരണമെന്നില്ല, പക്ഷെ പുള്ളിയുടെ ദൂതന്മാരും നമ്മളെ എന്തോ ചെയ്യും? അപ്രോച്ച് ചെയ്യും. അപ്പൊ ഇന്ന് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ വരുന്ന, നമ്മുടെ കുടുംബജീവിതത്തിൽ വരുന്ന വഞ്ചനകളെ തിരിച്ചറിയാൻ പ്രാപ്തരാകണം. അതാണ് ഇന്നത്തെ എൻ്റെ വിഷയം. വഞ്ചന എന്നത് ലളിതമായിട്ട് പറഞ്ഞാൽ ഇപ്രകാരമാണ്: അസത്യത്തെ സത്യമായി വിശ്വസിപ്പിക്കുന്നതാണ് വഞ്ചന. ഒരു കള്ളത്തരവാ, പക്ഷെ അത് സത്യം പോലെ നമ്മുടെ മനസ്സിൽ തോന്നിക്കും, നമ്മുടെ ജീവിതത്തിൽ തോന്നും. എന്നിട്ട് നമ്മളത് സത്യമാണെന്ന് വിശ്വസിച്ച് അതിനായിട്ട് എന്തോ ചെയ്യും?
പ്രവർത്തിക്കുന്നതാണ് വഞ്ചനയെന്ന് പറയുന്നത്. അസത്യത്തെ സത്യമെന്ന രീതിയിൽ വിശ്വസിപ്പിക്കുന്നതാണ് വഞ്ചന. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു ആത്മീയമായിട്ടുള്ളൊരു വഞ്ചനയാണ്. ഒന്ന്, എന്താണ് ഈ വഞ്ചനയിലൂടെ സംഭവിച്ചത്? ദൈവത്തെ സംശയിക്കുന്നു, ദൈവത്തിൻ്റെ വാക്കുകളെ സംശയിക്കുന്നു. നമ്മൾ പലപ്പോഴും അങ്ങനെ പല പ്രസംഗങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് അനുഗ്രഹമാണെങ്കിലും പിന്നീട് അതിൻ്റെ പുറകിൽ അയ്യോ ഇതൊക്കെ സംഭവിക്കുമോ? ഞാനൊരു ഉദാഹരണം പറഞ്ഞാൽ, ഈ മരണത്തെപ്പറ്റി ഞാൻ പറഞ്ഞല്ലോ, ആ സഹോദരിയെ ആശ്വസിപ്പിക്കാൻ എനിക്ക് വാക്കുകളില്ല. ഞാനും ആ സഹോദരിയൊക്കെ സെയിം ഏജാ. എന്നെ അണ്ണാന്നാ വിളിക്കുന്നത്. ഞാനടുത്ത് പോയി കൈയൊക്കെ കൊടുത്ത് ഞാനിങ്ങനെ തോളെ കൂടെ കൈയിട്ട് എൻ്റെ തോളെ പുള്ളിക്കാരി ഇങ്ങനെ ചാരി ഇരുന്നിട്ട് എന്നോട് ചോദിച്ചൊരു കാര്യം, അണ്ണാ, ഞങ്ങൾ ഒറ്റയ്ക്ക് വിശ്വാസത്തിൽ വന്നിട്ട് ഇതാണല്ലോ ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചത്. എനിക്ക് മറുപടിയില്ലായിരുന്നു. ഞാൻ പിന്നെ ഇന്നലെയാണ് ഞാൻ ആ സഹോദരിയോട് ഫോണിലൂടെ സംസാരിക്കുന്നത്. അതിനുശേഷം ഞാൻ ആ സഹോദരിയുടെ മുമ്പിൽ പോകാൻ എനിക്ക് പറ്റുന്നില്ലായിരുന്നു. ഞാൻ ആ റൂമിലുണ്ടായിരുന്നു, പക്ഷേ ഡയറക്റ്റ് മുഖം കൊടുക്കാത്ത രീതിയിൽ ഞാൻ പുറകിലായിരുന്നു. അപ്പം ഒരു ദേവദാസൻ വന്നിട്ട് ആ സഹോദരിയെ ആശ്വസിപ്പിച്ചു. അദ്ദേഹം പറഞ്ഞ ഇങ്ങനെയാണ്, നിത്യ എന്നാണ് പേര്. നിത്യ, നിനക്കറിയാവല്ലോ, മനുഷ്യൻ്റെ ജീവിതത്തിൽ പലതരത്തിലുള്ള പ്രതികൂലങ്ങളും പ്രയാസങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതിലെടുത്ത് പറയേണ്ട ഒരു വ്യക്തിയാണ് ഇയ്യോബ്. ഇയ്യോബിൻ്റെ ജീവിതത്തിൽ വന്ന സകലതും തകർന്നു, എങ്കിലും ആ ദൈവിക സാന്നിധ്യം തന്നോട് കൂടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ ആ സഹോദരി ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഇയ്യോബിനെല്ലാം മടക്കി കിട്ടി, മക്കളെ കിട്ടി. കാര്യം അത് തൻ്റെ ഭാര്യ ഇയ്യോബിനോട് കൂടെ ഉണ്ടായിരുന്നു. പാസ്വേഡ് എന്നിട്ട് പറയാണ്, ഇരിക്കുന്നത് എൻ്റെ ഹസ്ബൻഡാണ്, അപ്പം എന്നിലുള്ള വാഗ്ദത്തങ്ങൾ പിന്നെ എങ്ങനെ നിറവേറും? അതൊരു ചോദ്യമായിരുന്നു. ആ ചോദ്യം ചോദിച്ചതിന് ശേഷം അദ്ദേഹത്തിന് മറുപടിയൊന്നുമില്ല പറയാൻ. അതുപോലെ തന്നെ നാട്ടിൽ ഇവർ ചെല്ലുന്ന സമയത്ത്, അവിടെ വർഷത്തിലൊരു പ്രാവശ്യമാണ് നാട്ടിൽ പോകുന്നത്. അപ്പം 1-2 ആഴ്ചയിലൊക്കെ ഇവർ പോകുന്നൊരു ചർച്ചുണ്ട്. അപ്പം ഞങ്ങൾ ആ പാസ്റ്ററെ കോണ്ടാക്ട് ചെയ്തു. ഇവർ താമസിക്കുന്ന വില്ലേജാണ്, സിറ്റിയിലാണ് ചർച്ച്. അപ്പോൾ പാസ്റ്റർക്ക് ഇവരുടെ വീട് എവിടെയാണെന്നൊന്നും അറിയത്തില്ല. പക്ഷേ കോണ്ടാക്ട് ചെയ്ത് തിരക്കെ പിടിച്ച് പുള്ളിക്കാരിയുടെ അവിടെ വന്നു. ആശ്വസിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ സംസാരിച്ച സമയത്ത് പുള്ളിക്കാരി ചോദിച്ചു, പാസ്റ്ററെ, ഈ ന്യൂ ഇയറിന് ഞങ്ങൾ നിങ്ങളുടെ ചർച്ചിലായിരുന്നു. നിങ്ങളാണ് ഞങ്ങളെ പ്രാർത്ഥിച്ച് എല്ലാവർക്കും വാഗ്ദത്തം തന്നു പോയത്. ഞങ്ങൾ വിശ്വാസത്തോടെ ആ വാഗ്ദത്തം കൊണ്ട് ജീവിക്കാൻ ഈ വർഷം തുടങ്ങിയവരാ. പക്ഷെ ആ വാഗ്ദത്തമാണല്ലോ ഇപ്പൊ കുഴി കിടക്കുന്നത്. ഉണ്ടോ വിശ്വാസം? ഹല്ലേലൂയ, ആമേൻ. ശരി. നമ്മൾ പലപ്പോഴും ഇങ്ങനെ ദൈവം പറഞ്ഞ പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെയാണ് സംഭവിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെയാണ് സംഭവിക്കുന്നത്. പലപ്പോഴും ദൈവത്തിൽ വിശ്വാസമുണ്ട്, എങ്കിലും ദൈവത്തെ വാസ്തവമായിട്ട് ദൈവം നമ്മളിലൂടെ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് പറയാൻ നമുക്ക് കഴിയുന്നില്ല. ഇവിടെയും അതാണ് ഹവ്വായ്ക്ക് പറ്റിപ്പോയത്. ദൈവിക സാന്നിധ്യത്തിലായിരുന്നോ എന്ന് ചോദിച്ചാൽ ആണ്. എല്ലാ സന്ധ്യകളിലും ഇറങ്ങി വന്ന് അവരോട് സംസാരിക്കുന്ന ദൈവിക സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ ഒരു നിമിഷത്തെ അവിശ്വാസം മൂലം, അല്ലെങ്കിൽ സംശയം മൂലം, വഞ്ചനയിൽ അകപ്പെട്ടത് മൂലം ദൈവത്തിൻ്റെ വാക്കുകളെ സംശയിക്കുന്നവരായിട്ട് ആര് മാറി? ഹവ്വ മാറി. അങ്ങനെ സംശയം വന്നു കഴിഞ്ഞപ്പോഴത്തേന് അടുത്തത് എന്താണ് സംഭവിച്ചത്? ഈ അസത്യത്തിലേക്ക് ആകൃഷ്ടരായിപ്പോയി. പിശാച് പറഞ്ഞ ഈ കാര്യം, നീ ഇത് കഴിച്ചാൽ നീ മരിക്കത്തില്ല, നീ ദൈവത്തെ പോലെ ആകുമെന്നുള്ളത് പറഞ്ഞ വാക്കുകൾ കൊണ്ട് അസത്യത്തെ ആകർഷിച്ചു. അതുമൂലം സംഭവിച്ചത് എന്താ? ദൈവത്തോടുള്ള ബന്ധം തകർന്നു പോകും. ദൈവത്തോടുള്ള ബന്ധം തകർന്നു പോകും. അങ്ങനെയെങ്കിൽ എന്നെ കേൾക്കുന്നവരെ, ഇന്ന് നിങ്ങൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പല കാര്യങ്ങളിലും ദൈവികമായിട്ടുള്ള ബന്ധം തകർന്നു പോയിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി അത് റിസ്റ്റോർ ചെയ്യണം. ഒരു ചോദ്യം കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച
എന്തെങ്കിലും ഒരു ദുരനുഭവം കൊണ്ട്, ഒരു സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ട്, ഒരു ആക്സിഡന്റ് കൊണ്ട്, ഒരു മരണം കൊണ്ട്, അല്ലെങ്കിൽ ഒരു കൊള്ളരുതായ്മ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചതുകൊണ്ട്, ഒരു നഷ്ടം സംഭവിച്ചതുകൊണ്ട് ഈ ദൈവത്തെ തള്ളിപ്പറയരുത്. ഈ ദൈവത്തെ തള്ളിപ്പറയരുത്. ഈ ദൈവത്തെ ചോദ്യം സംശയിക്കരുത്. ദൈവമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് അകന്നു പോകരുത്. അകന്നു പോകരുത്. അങ്ങനെയെങ്കിൽ ഹവ്വയോട് ചോദിച്ച ഹവ്വ മറുപടി പറയും, എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ദൈവവചനം വഞ്ചന ആണെന്ന് മനസ്സിലാകാതെ ഞാൻ ദൈവവചനത്തെ എന്തോ ചെയ്തു? സംശയി സംശയിച്ചു സംശയിച്ചു. ഇങ്ങനെ പലരും ഉണ്ട് ദൈവവചനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നതിന്. അതിനൊരു ഉദാഹരണമാണ് ദാവീദ്. 1 ദിനവൃത്താന്ത പുസ്തകം 21 അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ പറയുന്നൊരു കാര്യമുണ്ട്. സാത്താൻ ദൈവത്തിൻ്റെ ഹിതപ്രകാരം എന്ന് പറയുന്ന ജീവിക്കുന്ന മനുഷ്യനായ ദാവീദിന്റെ ഹൃദയത്തിൽ, 1 ദിനവൃത്താന്തം 21:1, അനന്തരം ഒന്ന് സാത്താൻ ആ അനന്തരം സാത്താൻ ഇസ്രായേലിന് വിരോധമായി എഴുന്നേറ്റു, ഇസ്രായേലിനെ എണ്ണുവാൻ ദാവീദിനെ തോന്നിച്ചു. കണ്ടോ? ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള ഒരു മനുഷ്യനാ. പാടുന്ന, പ്രാർത്ഥിക്കുന്ന, ദൈവവചനം വായിക്കുന്ന, ദൈവികാര്യങ്ങളിൽ ഇടപെടുന്ന അനേകം ആ, സങ്കീർത്തനങ്ങൾ എഴുതി വ്യക്തിയുടെ ജീവിതത്തിൽ സാത്താൻ എന്തോ ചെയ്തു? ഒന്ന് ചെറുതായിട്ടൊന്ന് ഇടപെട്ടു. എന്താ സംഭവിച്ചത്? ഇസ്രായേൽ മക്കളെ ഒന്ന് എണ്ണാൻ തൻ്റെ മനസ്സിലൊന്ന് തോന്നിപ്പിച്ചു. അതിന് പകരം ഏകദേശം 25,000 പേരോളം മരിച്ചു എന്നാ പറയുന്നത്. കണ്ടോ? ഇപ്പൊ നമ്മുടെ ജീവിതത്തിൽ സാത്താൻ കൊണ്ടുവരുന്ന പ്രലോഭനങ്ങൾ, വഞ്ചനകൾ നമ്മളെ ദൈവത്തിൽ നിന്നകറ്റി ദൈവിക പദ്ധതികൾക്ക് വിരോധമായി നമ്മുടെ ജീവിതത്തിൽ പലതും സംഭവിപ്പിക്കാൻ ആർക്ക് കഴിയും? ഈ വഞ്ചനയ്ക്ക് കഴിയും. ഈ സംശയത്തിന് കഴിയും. ഈ ദൈവാശ്രയം ഇല്ലാത്ത അവസ്ഥയ്ക്ക് കഴിയും. ഇങ്ങനെ ഇരുന്നപ്പം ദാവീദിന് തോന്നി, ഇപ്പൊ കുറെ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, കുറെ ആൾക്കാരെയൊക്കെ ഒന്ന് എണ്ണി ഒന്ന് തിട്ടപ്പെടുത്തി എങ്ങനെ ഉണ്ടെന്നൊക്കെ നോക്കാം. ദൈവത്തിൽ നിന്നൊരു ആശ്രയമൊക്കെ മാറി തൻ്റെ പ്രജകളിലേക്ക് ഒരു ആശ്രയം ഒക്കെ വന്നതുകൊണ്ട് തൻ്റെ ജീവിതത്തിൽ എന്തോ പറ്റി? ഇങ്ങനെ സംഭവിച്ചു. ഇങ്ങനെ സംഭവിച്ചു. ഹല്ലേലൂയ. ഇങ്ങനെ പലരും ഉണ്ട്. അതിന് ഉത്തമ ഉദാഹരണങ്ങളിലോ ആയിട്ട് പറയപ്പെടേണ്ട ഒരു കപ്പിൾസ് ഉണ്ട്, ഒരു ഭാര്യയും ഭർത്താവും ഉണ്ട്. അവരെപ്പറ്റി നമുക്കറിയാം. അവരുടെ പേരാണ് അനന്യാസും സഫീറയും. ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 5:3 വാക്യം ഒന്ന് വായിക്കാമോ? അപ്പോസ്തല പ്രവൃത്തി 5:3. അപ്പോസ്തല പ്രവൃത്തി 5:3. അപ്പോൾ പത്രോസ്, അനന്യാസേ, പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിപ്പാനും നിലത്തിന്റെ വിലയിൽ കുറെ എടുത്തു വെപ്പാനും സാത്താൻ നിന്റെ ഹൃദയത്തെ കൈവശമാക്കിയതെന്ത്? സ്തോത്രം. കണ്ടോ? ഇവിടെ പറയുകയാണ്, സാത്താൻ നിന്റെ ഹൃദയത്തെ എന്തോ ചെയ്തു? കൈവശമാക്കി. അപ്പൊ പഴയ നിയമത്തിൽ മാത്രമല്ല, പുതിയ നിയമത്തിലേക്ക് വരുമ്പോഴും നമുക്ക് കാണാൻ കഴിയുന്നത് പുള്ളി എന്തോ ചെയ്യുന്നു? പലരുടെയും ഹൃദയങ്ങളെ കൈവശമാക്കുവാൻ ആർക്ക് കഴിയും? സാത്താന് കഴിയും. ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് തോന്നും നല്ല കാര്യമാണ്, കുടുംബത്തിന് വേണ്ടി ഒന്ന് കരുതുന്നത് നല്ല കാര്യമല്ലേ, ഇച്ചിരി സമ്പാദ്യമൊക്കെ മാറ്റി വെച്ചാൽ നല്ലതല്ലേ എന്നൊക്കെ തോന്നി. പക്ഷെ എല്ലാം നല്ലതാ. പക്ഷെ ദൈവസന്നിധി വന്നിരുന്നിട്ട് എന്തോ ചെയ്തു? ദേവദാസൻ ചോദിച്ചപ്പോൾ അങ്ങ് പറഞ്ഞാൽ മതിയായിരുന്നു, അതെ അതെ, ഞങ്ങള് ഇതിനല്ല വിറ്റത്, കുറച്ചൊരാവശ്യത്തിന് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. പക്ഷെ പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിക്കത്തക്കവണ്ണം അവരുടെ ഹൃദയത്തിൽ ദൈവിക ശക്തിക്ക് വിരോധമായി, ദൈവിക സാന്നിധ്യത്തിന് വിരോധമായി അവരുടെ ഉള്ളിൽ കാപട്യം വളർത്തി. കാപട്യം വന്നു. വാക്കുകൾ കൊണ്ട്, പ്രവൃത്തികൾ കൊണ്ട് ദൈവം ആരാണെന്നും ദൈവിക സാന്നിധ്യം എന്താണെന്നും തിരിച്ചറിയാതെ വണ്ണം അവരുടെ ജീവിതത്തിൽ ഈ സാത്താൻ പ്രവർത്തിച്ചു. അതുമൂലം എന്താ ഉണ്ടായത്? നാളേക്ക് വേണ്ടി കരുതിയവരാ, പക്ഷെ നാളുകളെ ആസ്വദിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല.
അവർ സമ്പാദ്യം വെച്ചിരുന്നത് പിറ്റേ ദിവസം പൊറോട്ട ഇറച്ചിയൊക്കെ കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചായിരുന്നു. പക്ഷെ കഴിക്കാൻ എന്തോ ഇതില്ല, പറ്റിയില്ല. എന്നെ കേൾക്കുന്നവരെ, നമ്മുടെ ഹൃദയങ്ങൾ ദൈവത്തിനുള്ളതാകട്ടെ. ദൈവീക സമ്മർഗത്തിലും ദൈവീക സാന്നിധ്യത്തിലും ദൈവീക സാമീപ്യത്തിലും പരിശുദ്ധാത്മാവിൻ്റെ നിറവിലും നമ്മുടെ ജീവിതമാകട്ടെ. എല്ലാ ആമേൻ. കാര്യത്തിലും ആ ദൈവാത്മാവിൻ്റെ ഗൈഡൻസ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. അങ്ങനെ വരട്ടെ, ഹല്ലേലൂയ. അങ്ങനെ ഉള്ളവരാകട്ടെ. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് അനന്യാസും സബീരയും പറ്റിയ എന്താണ് അവരുടെ ജീവിതത്തിൽ സംഭവിച്ചത് എന്ന് നമുക്ക് കാണാൻ കഴിയും. നമുക്കറിയാവുന്ന മറ്റൊരു വ്യക്തി കൂടെ ഉണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായം 3-ാം വാക്യം. ലൂക്ക് 22:3. എന്നാൽ പന്തിരുവരുടെ കൂട്ടത്തിൽ ഉള്ള ഇസ്കരിയോത്ത് യൂദായിൽ സാത്താൻ കടന്നു. മതി. ഇദ്ദേഹത്തെ പറ്റി നമുക്കറിയാം. 12 ശിഷ്യന്മാരിൽ ഒരുവൻ, കർത്താവായ യേശുക്രിസ്തുവിന്റെ ട്രഷറർ, പണമൊക്കെ കൈകാര്യം ചെയ്യുന്ന വ്യക്തി. പക്ഷെ ഇപ്പൊ പറയുകയാണ് പുള്ളിയുടെ ജീവിതത്തിൽ എന്തോ സംഭവിച്ചു. സാത്താൻ സാത്താൻ കടന്നു. കടന്നു. ഈ പുള്ളിക്കാരൻ ആരുടെ കൂടെ നടക്കുന്നത്? കർത്താവിന്റെ യേശുവിൻ്റെ കൂടെ നടക്കുന്ന, യേശുവിൻ്റെ പ്രസംഗം കേൾക്കുന്ന, യേശു ചെയ്യുന്ന അത്ഭുതങ്ങൾ കാണുന്ന, ഇച്ചിരൂടെ കൂടി പറഞ്ഞാൽ യേശു 12 പേരെ 2-2 അയച്ചപ്പോൾ ആ കൂട്ടത്തിൽ പോയി അനേക ഭൂതങ്ങളെ പുറത്താക്കിയ പുള്ളിയിൽ ഇപ്പൊ എന്തോ കയറി? സാത്താൻ കയറി. സാത്താൻ കയറി. സാത്താൻ കയറി. അങ്ങനെ സാത്താൻ കയറിയപ്പോൾ തൻ്റെ ജീവിതം പിന്നെ നമുക്കറിയാം. അപ്പോസ്തലപ്രവൃത്തി 1-ാം അധ്യായത്തിലൊക്കെ കാണുന്നത് താൻ കെട്ടി ഞാന്ന് ചത്തുന്ന്. ഒരു മുഴം കയറിൽ തൻ്റെ ജീവിതം അവസാനിപ്പിക്കേണ്ടി വന്നു. എന്നെ കേൾക്കുന്നവരെ, ശത്രുവിൻ്റെ തന്ത്രങ്ങളെ നമ്മൾ തിരിച്ചറിയണം. അവൻ്റെ വഞ്ചനകളെ നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ടാണ് യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായം 7-ാം വാക്യമാണെന്ന് തോന്നുന്നു ഇപ്രകാരം പറയുന്നു: ശത്രുവിനോട് നിങ്ങൾ എന്തോ ചെയ്യണം? എതിർത്ത് നിൽക്കണം. നിങ്ങൾ അവന്റെ തന്ത്രങ്ങളെ അറിയാത്തവർ അല്ലല്ലോ. നമ്മൾ പറയും, പിന്നെ ഇതൊക്കെ എനിക്ക് അറിയാമെന്ന് പറയുകയും ചെയ്യും. എന്നിട്ട് പുള്ളി വന്ന് കേൾക്കുമ്പോൾ ആണോ, അയ്യോ ഞാൻ അറിഞ്ഞില്ലല്ലോ എന്ന് പറയുകയും ചെയ്യും. അങ്ങനെയെങ്കിൽ ഇന്ന് നമുക്ക് ഈ ശത്രുവിന്റെ തന്ത്രങ്ങളെ എങ്ങനെ നമുക്ക് നേരിടാമെന്നുള്ളൂടെ പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കാൻ താല്പര്യപ്പെടുകയാണ്. ഒന്ന്, എങ്ങനെയാണ് ഹവ്വ പാപത്തിലേക്ക് അല്ലെങ്കിൽ ഈ ശത്രുവിന്റെ വഞ്ചനയിൽ വീണുപോയത്? ദൈവത്തിന്റെ വാക്കുകളെ എന്തോ ചെയ്തു? അവിശ്വസിച്ചു. പിശാച് വന്നിട്ട് പറയുകയാണ്, ഇങ്ങനെ തിന്നരുതെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇപ്പൊ പറഞ്ഞുണ്ട്. തിന്നുന്ന നാളിൽ നിങ്ങൾ എന്തോ ചെയ്യും? മരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇല്ല, അങ്ങനെ ഒന്നും സംഭവിക്കത്തില്ല. ഒരു ചെറിയ സംശയം, ചെറിയൊരു സംശയത്തിൽ നിന്ന് തുടങ്ങും. ചെറിയൊരു സംശയത്തിൽ. അങ്ങനെയെങ്കിൽ എന്നെ കേൾക്കുന്നവരെ, എവിടെയെല്ലാം നമ്മുടെ ജീവിതത്തിൽ സംശയം വരുന്നു, ജീവിതത്തിൽ മനുഷ്യനായ സംശയം വരും. ആ സംശയത്തിന്റെ കാര്യമല്ല ഞാൻ പറഞ്ഞ, വിശ്വാസ ജീവിതത്തിൽ എവിടെയെല്ലാം സംശയം വരുന്നു അവിടെ നമ്മൾ എന്തോ ചെയ്യണം? ദൈവത്തിൽ ആശ്രയിക്കാൻ പഠിക്കണം. അതുകൊണ്ടാണ് യാക്കോബിന്റെ ലേഖനത്തിൽ പറഞ്ഞ, സംശയിക്കുന്നവൻ എന്തോ ചെയ്യത്തില്ല, ഇരുമനസ്സുള്ളവൻ തൻ്റെ വഴികളിലൊക്കെയും അസ്ഥിരനാകുന്നു. അസ്ഥിരൻ. സംശയിക്കുന്നവൻ കാറ്റടിച്ചുലയുന്ന കടൽ തിരക്ക് സമൻ. വാക്യം എവിടാന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. യാക്കോബിന്റെ ലേഖനത്തിലാ 1-ാം അധ്യായത്തിൽ പറയുന്ന വാക്കുകളാണ് ഇതൊക്കെ. സംശയത്തെ പറ്റിയും സംശയിക്കുന്നവനെ പറ്റിയും. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ദൈവം എനിക്ക് വേണ്ടി ചെയ്യുമോ എന്ന് ചോദിച്ചാൽ നമ്മൾ പറയണം എന്ത്? നമ്മളെന്താ പറയണം? ദൈവം ചെയ്യുമെന്ന് വിശ്വസിക്കണം. എല്ലാരും ഒന്ന് പറഞ്ഞേ, നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ചെയ്യുമോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്താ പറയണം? ദൈവം തീർച്ചയായും ചെയ്യും.
അപ്പൊ ദൈവം തീർച്ചയായും ചെയ്യും. ദൈവം ഓക്കെ, ചെയ്യും. ചെയ്യും. നമുക്ക് അങ്ങനെ തന്നെ വിശ്വസിക്കാം. അപ്പൊ ദൈവം ചെയ്തില്ലല്ലോ. ചെയ്യും. അത് ദൈവത്തിന് അതിന് അറിയത്തില്ല. അത് അങ്ങനെ പറയുമ്പോൾ നമുക്കൊരു ചെറിയ ഡൗട്ട്. ആഹാ, ഈ പുള്ളി ഇന്ന് എന്തോ പ്രസംഗിക്കാനായി വന്നിരിക്കുന്നത്. ദൈവം ചെയ്താലും ചെയ്തില്ലെങ്കിലും നന്മയ്ക്കായിട്ടറിയരുത്. അതെ, പക്ഷെ നമ്മൾ പറഞ്ഞു പഠിച്ചൊരു കാര്യമുണ്ട്. ദൈവം ചെയ്യും, ചെയ്യും, എല്ലാം ചെയ്യുമേ, സകലതും ചെയ്യുമേ. ദൈവം ചെയ്യും. ദൈവം തന്നെ വെച്ചിട്ടുണ്ട്, എന്നാൽ അസാധ്യമായിട്ട് വല്ലോ അന്ന എന്തെങ്കിലും കാര്യം ഉണ്ടോ? ഉണ്ടോ? ഇല്ല, അസാധ്യമായിട്ടൊന്നുമില്ല. പക്ഷെ വിശ്വാസത്തിന്റെ വീരന്മാർ പറഞ്ഞു പഠിപ്പിച്ച കാര്യങ്ങളുണ്ട്. എന്താണെന്നറിയാമോ? ഒരു 3 എബ്രായ ബാലന്മാർ പറഞ്ഞു തുടങ്ങിയൊരു കാര്യമുണ്ട്. രാജാവേ, ദൈവം ഞങ്ങളെ ഈ ദൈവം വിടുവിച്ചാലും വിടുവിച്ചില്ലേ? ഇല്ലെങ്കിലും. കണ്ടോ? അവർക്ക് നിരാശയില്ല. അവർ പറയാണ്, ഈ തീ ഞങ്ങളെ ദഹിപ്പിച്ച പ്രശ്നമില്ലെന്നേ, ഞങ്ങൾക്ക് പരാതിയില്ലെന്നേ. അരെ, എന്റെ വിശ്വാസം എന്റെ ദൈവത്തിലാ. അവൻ ഇഷ്ടമുണ്ടെങ്കിൽ എന്നെ എഴുതോട്ടെ, വിടുവിച്ചോട്ടെ. അവൻ ഇഷ്ടമില്ലേ, എന്നെ വിടുവിച്ചില്ലേലും കുഴപ്പമില്ല. പക്ഷെ ഞാൻ എന്തോ ചെയ്യത്തില്ല, എൻ്റെ ദൈവത്തെ എന്തോ ചെയ്യത്തില്ല. നിങ്ങൾ ഈ ഉണ്ടാക്കിയ വിഗ്രഹം കൊണ്ട് എൻ്റെ മുമ്പിൽ കൊണ്ട് വെച്ചാൽ എനിക്ക് സംശയമില്ല. എൻ്റെ ദൈവത്തിൽ എനിക്ക് സംശയമില്ല. അവൻ എന്നെ വിടുവിക്കുകയോ വിടുവിക്കാതിരിക്കുകയോ അതൊക്കെ ഞങ്ങൾ തമ്മിലുള്ള കാര്യമാണ്. പക്ഷെ എൻ്റെ ജീവിതത്തിൽ എന്തോ ഇല്ല, സംശയമില്ല. ഡൗട്ടില്ല. സംശയമില്ല. സംശയം ഞാൻ അടുത്ത ക്ലാസ്സിൽ പറയാൻ വെച്ചിരുന്നതാണെങ്കിലും നമുക്ക് ഈ എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് വന്നുകൊണ്ട് എബ്രായ ലേഖനം 11-ാം അധ്യായത്തിലേക്ക് ഒന്ന് പോകാം. എബ്രായ ലേഖനം 11-ാം അധ്യായം ഒന്ന് എടുത്താട്ടെ. എബ്രായ ലേഖനം 11-ാം അധ്യായം 1-ാം വാക്യം. വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത ഉം. കാര്യങ്ങളുടെ നിശ്ചയവുമാകുന്നു. അതിനാലല്ലോ പൂർവന്മാർക്ക് സാക്ഷ്യം ലഭിച്ചത്. സ്തോത്രം. വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും ഉറപ്പും കാര്യങ്ങളുടെ നിശ്ചയവും കാണാത്ത കാര്യങ്ങളുടെ. നിശ്ചയവും. ഇതെല്ലാവർക്കും അറിയാവുന്ന ഒരു വാക്യമല്ലേ? ഇവിടെ അതെ. ഇരിക്കുന്ന എല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു. അപ്പൊ ഇനി നിങ്ങളൊന്ന് പറഞ്ഞേ, നിങ്ങളുടെ വിശ്വാസം എന്തോ? ആശിക്കുന്നതിന്റെ ഉറപ്പ്. നാളെ ദൈവം എനിക്ക് നല്ലൊരു കാറ് തരും. ഇന്ന് ഞാൻ ആ കാറിനെ കാണുന്നില്ല, നാളെ എനിക്കത് കിട്ടും. അത് കാണാത്തതാണല്ലോ, കാണാത്ത കാര്യത്തിന്റെ ഉറപ്പ്. ഇതാണ് നമ്മുടെ ഒരു വിശ്വാസം. ഇത് മനസ്സിലാകണമെങ്കിൽ നമ്മൾ ഈ അധ്യായം കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് വായിക്കണം. എങ്കിലേ നമുക്കിത് ക്ലിയർ ആയിട്ട് അങ്ങോട്ട് മനസ്സിലാക്കുള്ളൂ. എന്താണ് ഈ കാണാത്ത കാര്യം? കാണാത്ത കാര്യം എന്ന് വെച്ചാൽ അവരിന്ന് വരെ കാണാത്ത കാര്യം. കാണാത്തതെന്ന് വെച്ചാൽ ഇന്ന് വരെ കാണാത്ത കാര്യം. അതേ ഉള്ളതിൻ്റെ ഒരു നിർവചനം. അതിപ്പം നിങ്ങൾ ഇത് കേട്ടപ്പോൾ കൺഫ്യൂസ് ആയി. പക്ഷെ ഞാനത് ഒന്ന് എൻ്റെതായിട്ടുള്ള കാര്യത്തിൽ ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. 3-ാമത്തെ വാക്യം. ഈ കാണുന്ന ലോകത്തിന് ദൃശ്യമായതല്ല കാരണം എന്നു വരുമാറ് ലോകം ദൈവത്തിന്റെ വചനത്താൽ നിർമ്മിക്കപ്പെട്ടു എന്ന് നാം വിശ്വാസത്താൽ അറിയുന്നു. അപ്പൊ ഇവിടെ പറയാണ്, ഈ ലോകത്തിൽ കാണുന്നതല്ല, ദൃശ്യമായതല്ല. കാരണമെന്ന് പറയുവാറ് ദൈവത്തിൻ്റെ വാക്കുകൾക്ക്, സൃഷ്ടിക്കാൻ കഴിയുന്ന ദൈവത്തിൻ്റെ വാക്കുകളുടെ ശക്തിയാൽ സകലതും നിർമ്മിക്കപ്പെടുമെന്ന് തോന്നുന്നു. നമ്മൾ വിശ്വസിക്കണം. കണ്ടോ? വിശ്വാസത്തിൻ്റെ ആദ്യ പാഠങ്ങളാണ്. വിശ്വാസത്തിൻ്റെ ആദ്യ പാഠങ്ങൾ എന്ത്? എൻ്റെ ദൈവം ഉണ്ടാകട്ടെ എന്ന് കൽപ്പിച്ചപ്പോൾ ഉണ്ടായി. അങ്ങനെയെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ദൈവം ഉണ്ടാകട്ടെ എന്ന് കൽപ്പിച്ചാൽ ഉണ്ടാകും. ഇല്ല, ദൈവത്തിൻ്റെ ഹിതം, ദൈവം എൻ്റെ ജീവിതത്തിൽ അത് വേണ്ടെന്നാണ് നിശ്ചയിച്ചിരിക്കുന്നെങ്കിൽ എനിക്കത് വേണ്ട എന്ന് പറയാൻ നിങ്ങൾക്ക് കഴിയുമോ? സ്തോത്രം.
അവിടെയാണ് വിശ്വാസം വരുന്നത്. അവിടെയാണ് ദൈവത്തിലുള്ള വിശ്വാസം വരുന്നത്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, എൻ്റെ കൂട്ടുകാരോടൊക്കെ, എൻ്റെ കൂട്ടുവിശ്വാസികളോട് ഞാൻ പറഞ്ഞ് പഠിപ്പിക്കാറുള്ള, ശീലിപ്പിക്കാറുള്ളൊരു കാര്യമുണ്ട്. ദൈവഹിതമാണെങ്കിൽ നമുക്കെന്തോ അത് മതി. ദൈവഹിതം അല്ലെങ്കിൽ നമുക്കെന്തുകൊണ്ടാ അത് വേണ്ട. ഞാൻ എപ്പോഴും വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്, ദൈവം അറിയാതെ ഒന്നും എൻ്റെ ജീവിതത്തിൽ എന്തോ ചെയ്യത്തില്ല, സംഭവിക്കത്തില്ല. അങ്ങനെ വിശ്വാസമുള്ളവരാണോ നിങ്ങൾ? യെസ്. ആണ്. ആമേൻ. ആമേൻ. എൻ്റെ ജീവിതത്തിൽ ദൈവം അറിയാതെ ഒന്നും സംഭവിക്കത്തില്ല. സ്തോത്രം. ആമേൻ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമുക്കൊരു സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമുക്കൊരു ആക്സിഡന്റ് വന്നത്. അപ്പൊ Yes. നമ്മളെന്തോ ചെയ്യും? ദൈവം അറിയാതെ അല്ല അത് സംഭവിക്കുന്നത്. എന്ന് പറയേണ്ടതിന് വരാൻ, ദൈവമേ നീ എന്നോട് ഈ കൊടും ചതി ചെയ്തത് എന്താണെന്നാ നമ്മൾ ആദ്യം. ഇന്നത്തെ ദൂത് ലില്ലിക്കുട്ടി ആന്റിയോടാന്ന് തോന്നുന്നു. ലില്ലിക്കുട്ടി ആന്റി ഹൃദയം തുറന്നു ചിരിക്കുന്നു. ശരിയാ ഏ പറഞ്ഞു. അപ്പം ശരിയാ പറഞ്ഞു. അപ്പം ഞാൻ നമ്മൾ വീണപ്പം അയ്യോ എന്താ കർത്താവേ, ഞാൻ എന്ത് തെറ്റ് ചെയ്തു എന്റെ ഈ കാലൊടിയാൻ. അങ്ങനെ അപ്പം നമ്മള് ആദ്യം ചോദിക്കുന്ന ഒരു കാര്യം, കർത്താവേ നീ അറിഞ്ഞിട്ടാണെങ്കിൽ പിന്നെ എന്താ ഇങ്ങനെ സംഭവിച്ചത്? നിങ്ങൾ ആലോചിക്കണം, ദൈവഭക്തന്മാരുടെ ശരി. എല്ലാം ജീവിതത്തിൽ പല കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഇനി ഞാനതൊന്ന് എൻ്റെതായിട്ടുള്ള ഭാഷ ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. നമ്മുടെ സമയം ചുരുക്കമായതുകൊണ്ട് നമ്മൾ ഒന്ന് രണ്ട് പേരിൽ കൂടെ ഒക്കെ ഒന്ന് കയറി ഈ വിശ്വാസം എന്താണെന്ന് ഇന്നൊന്ന് പഠിക്കാം. നമ്മുടെ ആ സംശയമൊക്കെ ഒന്ന് ചെറുതായിട്ട് മാറിക്കോട്ടെ. എന്നിട്ട് പറയാണ് അടുത്തത് 4-ാമത്തെ വാക്യം. വിശ്വാസത്താൽ ഹാബേൽ ദൈവത്തിന് കായിന്റേതിലും ഉത്തമമായ യാഗം കഴിച്ചു. അതിനാൽ അവന് മതി. നീതിമാൻ. ആദ്യത്തെ വ്യക്തി പറയുകയാണ്, ആദ്യത്തെ വ്യക്തിയെ പറ്റി പറയുന്നത് ഹാബേൽ. വിശ്വാസത്താൽ, അത് അടുത്ത ക്ലാസ്സിൽ വരുന്നതുകൊണ്ട് ഞാൻ അത്ര അങ്ങ് പറഞ്ഞു വിടുകയാണ്. നല്ലൊരു യാഗം പുള്ളി കഴിച്ചു, ആണല്ലോ. ആന്നു. എന്നിട്ട് പറയുന്നത് നീതിമാൻ എന്ന സാക്ഷ്യവും ലഭിച്ചു. ലഭിച്ചു. ആ പക്ഷെ പുള്ളിയുടെ ജീവിതത്തിൽ എന്താ സംഭവിച്ചത്? മരണം. മരിച്ചു. യാഗം കഴിച്ച് ഇങ്ങോട്ട് ഇറങ്ങി കഴിഞ്ഞപ്പോ പട്ടിയെ പോലെ തല്ലി കൊന്നളഞ്ഞു. നമ്മുടെ എന്തുവാ, നമ്മുടെ വിശ്വാസം ഇന്ന് ദൈവം എന്നെ അനുഗ്രഹിച്ചാൽ നാളെ ഞാൻ ലക്ഷാധിപതിയായി, കോടിപതിയായി, എന്നെ എല്ലാവരും ബ്രദറെ നിങ്ങൾ സംഭവമാണ്, സഹോദരി നിങ്ങൾ സംഭവമാണെന്ന് പറയുന്ന. പക്ഷെ ആബേലിനോട് ചോദിച്ചാൽ ആബേല് പറയും, എൻ്റെ യാഗത്തിൽ ദൈവം പ്രസാദിച്ചു. ഹല്ലേലൂയ. പക്ഷെ എനിക്ക് ആ ഒരു ദിവസമേ ജീവൻ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ പറയുന്നത് ശരിയാണോ അല്ലയോ? അപ്പൊ ഇന്ന് ചിലവരൊക്കെ തീരുമാനം എടുക്കും, അങ്ങനെയാണെങ്കിൽ എനിക്ക് ഈ വിശ്വാസം വേണ്ടെന്ന്. കണ്ടോ, നമ്മൾ പഠിച്ച ഒരു കോൺസെപ്റ്റ് അല്ല വിശ്വാസത്തെ പറ്റി പറയുന്നത്. നമ്മൾ ഇന്ന് വിശ്വസിക്കുന്നത് ഒരു കാറിന് വേണ്ടിയാ, ഒരു വീടിന് വേണ്ടിയാ. പക്ഷെ ഇവര് വിശ്വസിച്ചത് ദൈവത്തിലാണ്. അവര് വേറെ ഒന്നും നോക്കിയില്ല. ആബേലിനെ പറ്റി പറയുന്നത് ഏറ്റവും നല്ലൊരു യാഗം കഴിച്ചു, നീതിമാനെന്നൊരു പേര് പുള്ളിക്ക് ലഭിച്ചു. പിന്നെ ആബേലിനെ പറ്റി പറയുന്നത് ഇപ്പോഴും സംസാരിക്കുന്ന, അല്ലേ, വ്യക്തമായി സംസാരിക്കും. ഹാബേലിന്റെ രക്തത്തെക്കാളെന്നൊക്കെ പറഞ്ഞ് ബൈബിളിൽ പല വാക്കുകൾ ഹാബേലിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്താ പുള്ളിക്കാരന് സംഭവിച്ചത്? യാഗം കഴിച്ചു, അന്ന് വൈകുന്നേരം കൊന്നുകളഞ്ഞു. അപ്പൊ എന്റെ ചോദ്യം, ഇതെന്തോ അനുഗ്രഹമാണ്, ഇതെന്തോ വിശ്വാസമാണ്? ഷോ, ഇന്ന് കയറണ്ടായിരുന്നു, ഇങ്ങനെ ഒരു അനുഗ്രഹം വേണ്ട. വിശ്വാസം വർദ്ധിക്കട്ടെ. എൻ്റെ ജീവിതത്തിൽ എന്തോ സംഭവിച്ചാലും അത് ദൈവം അറിഞ്ഞിട്ടാണെന്നും ദൈവം അറിയാതെ എൻ്റെ ജീവിതത്തിലൊന്നും സംഭവിക്കത്തില്ലെന്നും എൻ്റെ ഉടയവൻ ദൈവമാണെന്നും എൻ്റെ ചുറ്റിൽ എന്തോ സംഭവിച്ചാലും, ഇന്ന് ഞാൻ മരിച്ചാലും ഹല്ലേലൂയ. Praise the എൻ്റെ Lord. ദൈവം മാറ്റമില്ലാത്തവനാണെന്നുള്ള വിശ്വാസം ആർക്കുണ്ടായിരുന്നു? ആബേൽ. ആബേൽ. ഉണ്ടായിരുന്നു. ആബേൽ. കണ്ടോ, വിശ്വാസം കണ്ടോ? അപ്പൊ നമ്മള് പ്രാർത്ഥിച്ചിട്ട്
ഒരാഴ്ച ഉപവാസം ഇരുന്ന് പ്രാർത്ഥിച്ചിട്ട് കിട്ടിയില്ല, പിന്നെ ദൈവത്തോടങ്ങ് പിണക്കോ. അങ്ങനെയാണെങ്കിൽ ആബേലൊക്കെ സ്വർഗത്തിൽ പോയി ദൈവത്തോട് മിണ്ടാൻ പോലും ഈ ആബേലിന് പറ്റുമോ? നമ്മുടെയൊക്കെ സ്തോത്രം. സ്വഭാവം ആബേലിനെങ്കിൽ പുള്ളി പറഞ്ഞേനെ എനിക്ക് സ്വർഗമേ വേണ്ടെന്ന് പറഞ്ഞേനെ. വേണമെങ്കിൽ ഇങ്ങനെയുള്ളൊരു ദൈവത്തെ കാണാൻ എനിക്ക് താല്പര്യമില്ലെന്ന് പറഞ്ഞേനെ. കാര്യം നീതിമാനെന്ന പേരും കിട്ടി, നല്ലൊരു അനുഗ്രഹം ദൈവപ്രസാദം കിട്ടിക്കഴിഞ്ഞാൽ അന്ന് വൈകുന്നേരം തല്ലിക്കൊല്ലുമായിരുന്നു. ദൈവമേ, ഞാൻ ആരാധിച്ചിട്ട് വന്നതാണല്ലോ, അന്നേരമാണല്ലോ എന്നെ തല്ലിക്കൊല്ലെന്നും പറഞ്ഞ് പരാതി പറഞ്ഞുകൊണ്ടിരിക്കുകയെന്നല്ല ദൈവജനം പറയുന്നത്. ഹല്ലേലൂയ. അപ്പൊ നമ്മളെങ്ങനെ നമ്മുടെ വിശ്വാസത്തെ പറ്റി നമുക്കൊന്ന് ശോധന ചെയ്യാം. അടുത്ത ഇത്, വിശ്വാസത്താൽ ഹാനോക്ക് മരണം കാണാതെ എന്തോ ഇത് എടുക്കപ്പെട്ടു. എടുക്കപ്പെട്ടു. കണ്ടോ? അപ്പൊ എന്റെ ചോദ്യം, ഈ പുള്ളിക്കാരന്റെ ഭാര്യയും കുഞ്ഞുങ്ങളും ഒക്കെ എന്തുമായിരിക്കും ഈ പുള്ളിയെ പറ്റി പറയുന്നത്? ഉം. നാട്ടുകാരെന്തുമായിരിക്കും പറയുന്നത്? അത് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ചിരി. ദൈവം എടുക്കപ്പെട്ടു എന്നൊക്കെ പറയുന്നത് ശരിയാ. ഈ പറയുന്നത് നമ്മൾ പോലും ഒന്ന് ആലോചിക്കുന്നത് എങ്ങനായിരിക്കും ദൈവം എടുത്തത്. ചിലപ്പോ പറഞ്ഞ് ഓ, നാട്ടിലൊക്കെ അടിച്ചിറക്കിയിട്ടുണ്ടായിരിക്കും. ഈ സന്യാസി ആകാൻ പോയെന്ന് പറഞ്ഞോട്ട് ഭക്തി എങ്ങാണ്ടോട്ടോ പോയെന്നൊക്കെയാ പറയുന്നത്. ഡിജിറ്റൽ മീഡിയ ഒന്നും അന്നില്ല. അല്ലെങ്കിൽ ഇപ്പോഴും നമ്മുടെ ഫേസ്ബുക്കിലൊക്കെ അത് ഇതുപോലെ വന്നേനെ. വീട്ടിൽ നിന്ന് ഇന്ന ദിവസം ഇത്രാം തീയതി കാണാതായിട്ടുണ്ട്, കണ്ടു കിട്ടുന്നവർ അറിയിക്കണമെന്ന്. ഇപ്പോഴും ഇങ്ങനെ വാട്സപ്പിൽ കൂടെ ഒക്കെ കിടന്ന് പുള്ളി കറങ്ങിയേനെ. ബ്രാക്കറ്റിലൊക്കെ എഴുതി വെച്ചേനെ, ഭക്തി മൂത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി, ദയവായി കണ്ടു കിട്ടുന്നവർ അടുത്തുള്ള ചർച്ചിൽ അറിയിക്കുക. കണ്ടോ? ആമേൻ. സ്തോത്രം. അതൊരു ചോദ്യമാണ്. ഒരു ചോദ്യം എങ്ങനെ അല്ല ആന്റി, ഒരു എടുക്കപ്പെട്ടു? ഒന്നൊന്നര ചോദ്യം. അത് ഒരു ഒന്നൊന്നര ചോദ്യം. അതെങ്ങനെ ഇനി അടുത്ത ആള് എടുക്കപ്പെട്ടു? അടുത്ത ആളെ പറ്റി എന്താ പറയുന്നത്? നോഹ. നോഹയെ പറ്റി പറയുന്ന നീതിപ്രസംഗിയായ നോഹ എന്നാ. പുള്ളി പ്രസംഗിച്ചു കഴിഞ്ഞപ്പോൾ ഒറ്റ മനുഷ്യനും പുള്ളിയെ കൈക്കൊണ്ടില്ല. എല്ലാരും പറഞ്ഞു പുള്ളി വട്ടനാണ്. കാര്യം വേറൊന്നുമല്ല, എന്താണെന്നറിയോ? പുള്ളി ബോട്ട് പണിത് എവിടാ? കരയ്ക്ക്. മെഡിറ്ററേനിയൻ സീയുടെ അരികത്ത് അല്ലേ? അതെ. ആന്നു. അല്ലെന്നേ, ആരാരാത്ത് പർവ്വതത്തിന്റെ അടുത്ത്. പർവ്വതത്തിന്റെ അടുത്ത് കൊണ്ട് ബോട്ട് വെച്ചിട്ട് പറയുകയാണ്, പണിതിട്ട് പറയുകയാണ്, എന്തോ വരും? മഴ വരും. മഴ പെയ്യും. വെള്ളം ഇങ്ങോട്ട് വരുമെന്ന്. അല്ലേ ഉറച്ചത്? അത് തന്നെ. കടലിന്റെ അടുത്തു നിന്നൊക്കെ മാറി, ഒരുപാട് മാറി ബോട്ട് വെച്ചിട്ട് പറയുവാണ്, വിശ്വാസത്തോടെ പറയാണ്, വെള്ളം എന്തോ ചെയ്യും? ഇങ്ങോട്ട് വെള്ളം വരും. കയറും. ബോട്ട് വരും. ബോട്ടിന്റെ സാധാരണ അകത്ത് എല്ലാരും ബോട്ടും കൊണ്ട് വെള്ളത്തിന്റെ അടുത്തോട്ട് പോകുമ്പോൾ പുള്ളി നേരെ തിരിച്ച് പുള്ളി പറയാണ്, വെള്ളം എന്തോ ചെയ്യും? ഇങ്ങോട്ട് വരും. ആ ശരിയല്ലേ? അതുവരെ കുടുംബത്തെ കാണാത്ത കാര്യമല്ലേ നടന്നത്? അതേന്നെ, അതാണെന്ന് വിശ്വാസം. ആ വീട്ടുകാരെ കുറിച്ച് ഒക്കെ നാട്ടുകാരെന്തുവാ പറയുന്നതെന്നറിയോ? നല്ല പിള്ളേരായിരുന്നു, പക്ഷെ അപ്പന്റെ കൂടെ കൂടി പിള്ളേർക്ക് ഇപ്പം പട്ടുപോയി. കാര്യം വട്ടായി. ഇവന്മാരും ബോട്ട് പണിക്ക് പോകുന്നുണ്ടെന്ന്. ആ പെൺപിള്ളാരെ കെട്ടിച്ചു വിട്ട അവര് പറയും, ഷോ എന്തോ ചെയ്യാനായി കുടുംബത്തിലോട്ട്. കാര്യം അവരാരും രക്ഷപ്പെട്ടില്ല, ആകെ 8 പേരേ ഉള്ളു. അന്നേരം ആലോചിച്ചോണം ഇവരാരും സപ്പോർട്ട് കൊടുക്കുന്നില്ലായിരുന്നു. Hallelujah. Praise the Lord. സ്തോത്രം. പക്ഷെ നമ്മുടെ സ്തോത്രം വിശ്വാസം കർത്താവേ. നമ്മുടെ വിശ്വാസമായിട്ട് ഈ പറയുന്ന വിശ്വാസത്തിന് ഒരു ബന്ധമില്ലല്ലോ. ഇല്ല. ഇവരുടെ കാണാത്ത കാഴ്ചകൾ എന്തായിരുന്നു? അവിടെയാണ് നമ്മൾ ആലോചിക്കേണ്ട കാര്യം. അവരുടെ ഹൃദയത്തിൽ എന്തായിരുന്നു? അവരുടെ ജീവിതത്തിൽ എന്തായിരുന്നു? അവരെന്തിനു വേണ്ടിയാണ് ആശിച്ചത്? നമ്മൾ എന്തിനു വേണ്ടിയാണ് ആശിക്കുന്നത്? നമ്മുടെ വിശ്വാസം എന്താ? നിങ്ങൾ ഇന്ന് കയറിയവർ അതിനെപ്പറ്റി ഒന്ന് ചിന്തിക്കണം. വി ഹാവ് ടു തിങ്ക് അബൌട്ട് ഇറ്റ് വെരി വെരി സീരിയസ്ലി. കാര്യം എന്താണെന്നറിയാമോ? നമ്മുടെ ലക്ഷ്യം അതിലെത്തപ്പെട്ടാൽ പൗലോസ് പറയുന്നത് പോലെ പിന്നെ ഉയരത്തിലുള്ളതേ നമ്മൾ ചിന്തിക്കത്തുള്ളൂ.
കർത്താവേ സ്തോത്രം. ഉയരത്തിലുള്ളതായിരിക്കും നമ്മുടെ മാറ്റർ. ബാക്കി ഇവിടെ ആരൊക്കെ എന്ത് പറഞ്ഞെന്ന് പറഞ്ഞാലും അതൊന്നും നമ്മളെ ബാധിക്കുന്നതായിരിക്കത്തില്ല. ആമേൻ. ഒരുപക്ഷെ അച്ചായൻ പറഞ്ഞോട്ടെ, അമ്മാമ്മ പറഞ്ഞോട്ടെ, മക്കള് പറഞ്ഞോട്ടെ, കൊച്ചുമക്കള് പറഞ്ഞോട്ടെ, അയലത്തുകാർ പറഞ്ഞോട്ടെ, എനിക്ക് വേണ്ടി ദൈവം ഒരുക്കിയിട്ടുണ്ടെന്നും എനിക്കൊരു ദൈവം ഉണ്ടെന്നും ദൈവം എൻ്റെ കൂടെ ഉണ്ടെന്നും ദൈവം അറിയാതെ എൻ്റെ ജീവിതത്തിലൊന്നും സംഭവിക്കത്തില്ലെന്നും ഉറപ്പുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ പ്രത്യേകിച്ച് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു സംഭവം വരുമ്പോഴത്തേന്, ഒരു ഉദാഹരണം ഞാൻ ആ പറഞ്ഞ സഹോദരി 4 വർഷത്തിന് മുമ്പ് തൻ്റെ സഹോദരൻ മരിച്ചുപോയി. അവരെല്ലാം ദെയർ ഓൾ ഫ്രം ഹിന്ദു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന. അപ്പം താൻ നേരിട്ട ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നറിയാമോ? നീ ക്രിസ്ത്യാനി ആയതുകൊണ്ടാണ് നിന്റെ സഹോദരൻ എന്തോ പറ്റിയത്, ഇങ്ങനെ സംഭവിച്ചത്. ആക്സിഡന്റ്. കോവിഡായിട്ട് മരിച്ചുപോയി. ആ സഹോദരന് 2 കൊച്ചു കുഞ്ഞുങ്ങളുണ്ട്. അപ്പൊ എല്ലാരും പറയാൻ തുടങ്ങി, നീ നമ്മുടെ ദൈവത്തെ വിട്ട് ആ ദൈവത്തെ വിളിക്കാൻ പോയോണ്ട് ആ ദൈവം ഇപ്പം നിനക്ക് തന്നിരിക്കുന്ന പണിയാണ് ഏത് ഇത്. നമ്മുടെ ജീവിതത്തിലും അങ്ങനെ ഒരു ആക്സിഡന്റ് വരുമ്പോൾ ആൾക്കാർ ഇയോബിന്റെ അടുത്ത് വന്ന് പറഞ്ഞതുപോലെ പറയും, ഇയോബേ എന്തൊക്കെയോ പ്രശ്നം നിന്റെ ജീവിതത്തിലുണ്ട് കേട്ടോ, അതാ ദൈവം നിന്നെ ഇങ്ങനെ തള്ളിക്കളഞ്ഞത്. യോബിനോട് പറഞ്ഞോന്നേ, കൂട്ടുകാരൻ. എന്തൊക്കെയോ ബന്ധനമുണ്ട് കേട്ടോ, അതുകൊണ്ടാ കടഭാരമൊക്കെ മാറാത്തെന്നൊക്കെ നമ്മളൊക്കെ വന്നിട്ട് അത് പറയും. കേട്ടിട്ടുണ്ട്, പറയും. അനുഭവിച്ചിട്ടുമുണ്ട്. ബന്ധനം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. പക്ഷെ അത് പ്രാർത്ഥിക്കാൻ നിങ്ങൾ തന്നെ പ്രാർത്ഥിച്ചാൽ അടിയുമെന്ന് വിശ്വസിക്കുന്നവനാ ഞാൻ. പക്ഷെ നമ്മുടെ ഇടയ്ക്ക് ആൾക്കാർ വന്നിട്ട് പറയും ബന്ധനമുണ്ട്, ബന്ധനം ഒരെണ്ണം കഴിഞ്ഞിട്ടുണ്ട്, ഇനി അടുത്ത ഉപവാസ പ്രാർത്ഥനയ്ക്ക് അടുത്ത നമ്മൾ കഴിക്കാന്നൊക്കെയാ പറയുന്നത്. എന്നെ കേൾക്കുന്നവരെ, വിശ്വാസം വർദ്ധിക്കണം, വിശ്വാസം വർദ്ധിക്കണം, കർത്താവേ വിശ്വാസം വർദ്ധിക്കണം. സ്തോത്രം. ഹല്ലേലൂയ. അടുത്ത ആളെ പറ്റി പറയുന്ന അബ്രഹാമിനെ പറ്റിയ 8ാമത്തെ വാക്യം. വിശ്വാസത്താൽ അബ്രഹാം തനിക്ക് അവകാശമായി കിട്ടുവാനിരിക്കുന്ന ദേശത്തേക്ക് യാത്ര ആവാൻ വിളിക്കപ്പെട്ടപ്പോൾ അനുസരിച്ചിട്ട് എവിടേക്ക് പോകുന്നുവെന്ന് അറിയാതെ എന്തോ ഇത് പുറപ്പെട്ടു. പുറപ്പെട്ടു. വിശ്വാസത്താൽ അവിടെ പറയാണ് വാഗ്ദത്ത ദേശത്ത് ഒരു അന്യദേശത്ത് എന്ന പോലെ പുറപ്പെട്ടു പോയി. ഇസാഖിനോടും യാക്കോബിനോടും കൂടെ കൂടാരങ്ങളിൽ പാർത്തു. നമ്മളാണെങ്കിൽ അങ്ങനല്ല, ഓസ്ട്രേലിയ പോയിട്ട് വേണം ഒരു വീട് മേടിക്കാനെന്നാണ് ഇപ്പൊ ആലോചിക്കുന്നത്. പക്ഷെ അബ്രഹാമിനോട് ചോദിച്ചാൽ അബ്രഹാം പറയും വാഗ്ദത്ത ദേശത്താ, പക്ഷെ കൂടാരം മതി, ഇത് മതിയെന്നേ. പക്ഷെ അങ്ങനെ കൂടാരം മാറ്റി വീട് പണിതൊരു പുള്ളിയുണ്ട്, പുള്ളിയുടെ പേരാണ് ലോത്ത്. പുള്ളി വെച്ച വീടിന്റെ ഇരുമ്പുവാതിലൊക്കെ ആയിരുന്നെന്ന് തോന്നുന്നു, ഭയങ്കര സ്ട്രോങ് ആയിരുന്നു. കാര്യം അത് പറയുന്നത് ആ ദേശത്തെ എല്ലാവരും കൂടെ വന്ന വാതിലിൽ തള്ളാൻ നോക്കിയിട്ടും എന്തോ ഇതില്ല, പൊളിഞ്ഞില്ല. അത്രയ്ക്ക് സ്ട്രോങ് ആയിട്ടുള്ളതൊക്കെ പറ്റിയോ, എല്ലാം സംഭവിച്ചോ, നശിച്ചു പോയതേ ഉള്ളൂ കുടുംബം. എന്നാ വിശ്വാസത്തോടെ കൂടാരത്തിൽ പാർത്തവനോ, അദ്ദേഹത്തിന്റെ വിശ്വാസം എന്തായിരുന്നെന്നറിയാമോ? അദ്ദേഹത്തിന്റെ കാണാത്ത കാഴ്ച എന്തായിരുന്നെന്നറിയാമോ? 10ാമത്തെ വാക്യം പറയുന്നു, ദൈവം ശില്പിയായി നിർമ്മിച്ചത് അടിസ്ഥാനമുള്ളത് നഗരത്തിനായിട്ട് കാത്തിരുന്നു. കണ്ടോ വിശ്വാസം, കണ്ടോ? അപ്പൊ അബ്രഹാമിന്റെ വിശ്വാസം എന്തുവായിരുന്നു? ഇസ്ഹാക്ക് ലഭിക്കുമെന്ന് പറഞ്ഞു, ഇസ്ഹാക്ക് ലഭിച്ചു. ഇസ്ഹാക്കിനെ അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞു, ഇസ്ഹാക്കിനെ അനുഗ്രഹിക്കുവോ അനുഗ്രഹിക്കാതിരിക്കുവോ തലമുറ ഇതൊക്കെ അതൊന്നുമല്ല. പുള്ളി പറയുന്നത് മക്കളോടും കൊച്ചുമക്കളോടും കൂടെ പുള്ളി ഇരുന്നിട്ട് എന്തോ പറഞ്ഞു കൊടുത്ത കൂടാരത്തിൽ പാർത്തുകൊണ്ട് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ളതുമായ നഗരത്തിനായിട്ട് കാത്തിരുന്നു. അപ്പം നമ്മള് കൊച്ചുമക്കളോട് പറയണം, കൊച്ചുമക്കളെ എടാ മോനേടാ മോളേടി നീ ഒരു ഡോക്ടറാകണമെന്നാ കേട്ടോ അമ്മച്ചിയുടെ ആഗ്രഹം, അപ്പച്ചൻ്റെ ആഗ്രഹം എന്നാ നമ്മൾ പറയുന്നത്. പക്ഷെ ഇവിടെ പുള്ളിക്കാരൻ വാഗ്ദത്തം ലഭിച്ച വിശ്വാസമായിരിക്കും പറയുന്നത്. യാക്കോബിനോട് പറഞ്ഞു കൊടുത്തത് എന്താണെന്നറിയോ? മോനെ, ദൈവം ശില്പിയായി നിർമ്മിച്ച അടിസ്ഥാനമിട്ട ഒരു നഗരം ഉണ്ടടാ. ഇത് കേട്ടപ്പോഴത്തേന് പുള്ളിക്കാര് അവര് ചോദിച്ചു, ഇത് അപ്പച്ചൻ കണ്ടിട്ടുണ്ടോ? ഇല്ലടാ,
കാണാത്തതല്ലേടാ നമ്മുടെ വിശ്വാസം. അതാടാ എൻ്റെ വിശ്വാസം. ഞാൻ അവിടെ പോകടാ. Lord, hallelujah. യേശുവേ സ്തോത്രം. യേശുവേ സ്തോത്രം. അതുകൊണ്ടാണ് യാക്കോബ് പറയുന്ന കാര്യം, എൻ്റെ പൂർവ്വപിതാവായ അബ്രഹാമിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും ദൈവമേ. എങ്ങനെ നിന്റെയും പുള്ളിക്ക് ദൈവം. മനസ്സിലായത്? കാര്യം വല്യപ്പന് ഒരു ദൈവം ഉണ്ടായിരുന്നെന്നും പുള്ളിയുമായിട്ടുള്ള ദൈവത്തിന്റെ ബന്ധവും വിശ്വാസവും കണ്ടു വളർന്നവനാര്? യാക്കോബ്. യാക്കോബ്. അങ്ങനെ ദൈവത്തെ വിശ്വസിക്കുന്ന ഒരു വല്യപ്പൻ ഉണ്ടെങ്കിൽ, ഒരു വല്യമ്മച്ചി ഉണ്ടെങ്കിൽ, ഈ കൊച്ചുമക്കൾ എങ്ങോട്ടൊക്കെ ഓടിപ്പോയാലും കാറൊക്കെ തിരിച്ച് ഇവിടെ കൊണ്ടെത്തിക്കും. ആമേൻ. സ്തോത്രം. കാര്യം വല്യപ്പൻ കാത്തിരുന്നത് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമിട്ടതുമായ ഒരു നഗരത്തിന് വേണ്ടി. കണ്ടോ? അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഒരു ചോദ്യം, നമ്മുടെ വിശ്വാസം എന്ത്? ഇപ്പൊ പലർക്കും സ്വർഗത്തിൽ പോകാൻ തന്നെ ഒരു ബുദ്ധിമുട്ട്. കാര്യം മരിച്ചു കഴിഞ്ഞാലേ പോകാൻ പറ്റത്തുള്ളൂ. കാര്യം മരിക്കുന്ന കാര്യം എന്തോ ഇത് പറയരുത്. ചാകാൻ താല്പര്യമില്ല. ചത്തു കഴിഞ്ഞാലേ സ്വർഗത്തിൽ പോകാൻ പറ്റത്തുള്ളൂ. ചാകാതെ പോകാൻ പറ്റത്തില്ല. പിന്നെ ഇതൊന്നും പറയല്ലെന്നാ പറയുന്നത്. ഹല്ലേലൂയ. നമ്മൾ ശോധന ചെയ്യണം. എന്നിട്ട് പറയണം, വിശ്വാസത്താൽ സാറ വാഗ്ദത്തം ചെയ്തവൻ വിശ്വസിച്ചെന്ന് എണ്ണുകയിൽ പ്രായം കഴിഞ്ഞിട്ടും പുത്രോത്പാദന ശക്തി പ്രാപിച്ചു. ദൈവത്തിന്റെ വാക്കുകളിൽ വിശ്വസിച്ചതുകൊണ്ട് ദൈവം പറഞ്ഞ വാഗ്ദത്തം തന്നിലൂടെ നിറവേറ്റി. നീ അങ്ങോട്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു പോകുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾ. ഇനിയും വിശ്വാസത്തെ പറ്റി പറഞ്ഞു വരുമ്പോൾ നമുക്ക് അതിനെയൊക്കെ പറ്റി ചിന്തിക്കാം. അപ്പൊ എന്നെ കേൾക്കുന്നവരെ കണ്ടോ, സംശയത്തിൽ നമുക്ക് എന്തോ പറ്റും? യേശുവേ സ്തോത്രം. ദൈവത്തിന്റെ വാക്കുകളെ നമ്മൾ സംശയിക്കും. നമ്മൾ പറഞ്ഞ് ശീലിക്കേണ്ട വാക്കൊന്നുമുണ്ട്. എന്ത്? ദൈവം അറിയാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കത്തില്ല. ദൈവത്തിന്റെ ഹിതമാണെങ്കിൽ ഇത് സംഭവിക്കും. അവിടെയാണ് ഈ പിടിച്ചു വെച്ച് പ്രാർത്ഥിക്കുന്നതിൻ്റെ ഒരു കുഴപ്പം. ചിലവർ പറയും പിടിച്ചു വെച്ച് പ്രാർത്ഥിക്കണം, ദൈവം അത് തരും തരും തരും. പക്ഷെ ഇത് കിട്ടിയില്ലെങ്കിൽ എന്ത് പറ്റും? സംശയം തുടങ്ങും. മറ്റേ പുള്ളി വന്നിട്ട് നമ്മുടെ അടുക്കൽ പറയും, കണ്ടോ 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 കണ്ടോ. അപ്പൊ നമ്മൾ പറയും, സത്യവാ 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 സത്യവാ. യേശുവേ. അതിന് പകരം നമ്മൾ പറഞ്ഞു പഠിക്കണം. എന്ത്? ദൈവം എനിക്ക് തന്നാലും തന്നില്ലെങ്കിൽ, എന്നെ വിടുവിച്ചാലും വിടുവിച്ചില്ലെങ്കിൽ, എന്നെ അനുഗ്രഹിച്ചാലും അനുഗ്രഹിച്ചില്ലെങ്കിലും ഈ ദൈവത്തെ വിട്ട് ഞാൻ പോകത്തില്ല. 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 അതാണ് വിശ്വാസം. ആരിലുള്ള വിശ്വാസം? ദൈവത്തിലുള്ള വിശ്വാസം. ഇന്ന് തൽക്കാലം അങ്ങനെ ഒരു വിശ്വാസം നമുക്കുണ്ടോ? ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഇന്ന് പറഞ്ഞു തുടങ്ങുക. ഈ സമയത്ത് പറഞ്ഞു തുടങ്ങുക, കർത്താവേ, എൻ്റെ കുടുംബത്തെ ഞാൻ അങ്ങയുടെ കരങ്ങളിലേക്ക് തരിക. ഞാൻ പ്രാർത്ഥിച്ച വിഷയങ്ങൾക്ക് എനിക്ക് മറുപടി ലഭിക്കുമോ? അതൊന്നും എൻ്റെ വിഷയമല്ല. പക്ഷെ എനിക്ക് ഒരു കാര്യം അറിയാം, അങ്ങറിയാതെ ഒന്നും എൻ്റെ കുടുംബത്തിൽ സംഭവിക്കുന്നു. സ്തോത്രം. അതായിരുന്നു യോബിന്റെ വിശ്വാസം. മക്കള് പോയപ്പോ പുള്ളി കരഞ്ഞു കാണും. പക്ഷെ പുള്ളി പറഞ്ഞു, ദൈവം തന്നതാ, ദൈവം എടുത്തു. സ്വത്തെല്ലാം നഷ്ടപ്പെട്ടു. പുള്ളി പറഞ്ഞു, ദൈവം തന്നതാ, ദൈവം എടുത്തു. ആരോഗ്യം ക്ഷയിച്ചു. പുള്ളി പറഞ്ഞു, നഗ്നനായിട്ടാ ഞാൻ വന്നത്. നഗ്നനായിട്ട് തന്നെ ഞാനങ്ങ് പോവും. പോകുന്നത് എങ്ങോട്ടാ? എന്റെ ദൈവത്തിന്റെ അടുത്തോട്ടാ. സ്തോത്രം സ്തോത്രം സ്തോത്രം. ആരൊക്കെ എന്നെ പറ്റി എന്ത് പറഞ്ഞോട്ടെ, അതൊന്നും എന്റെ പ്രശ്നമല്ല. എന്റെ വിശ്വാസം എന്റെ ദൈവത്തിൽ. എന്റെ വിശ്വാസം എന്റെ ദൈവത്തിൽ. ഹല്ലേലൂയ ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. ഏഴുമാടങ്ങായ ഘോര ചൂളയിൽ ശത്രു എന്നെ ശക്തിയായി തള്ളുമ്പോൾ, ഏഴുമാടങ്ങായ ഘോര ചൂളയിൽ ശത്രു എന്നെ ശക്തിയായി തള്ളുമ്പോൾ,
നാലാമേന എന്നും നിന്നെ കാണും ഞാൻ, തീയിൽ കൂടി യാത്ര ചെയ്യും സഖിയായി. നാലാമേന എന്നും നിന്നെ കാണും ഞാൻ, തീയിൽ കൂടി യാത്ര ചെയ്യും സഖിയായി. പാടും ഞാനാ നവ്യഗാനം, ശോഭയേറും തീരത്തു ഞാൻ പാടുമേ. പാടും ഞാൻ നവ്യഗാനം, ശുദ്ധരോടൊത്തു ഞാൻ പാടുമേ. പോകയില്ല നാഥ നിന്നെ വിട്ടു ഞാൻ, ഈ മരു യാത്രയിൻ ക്ലേശങ്ങളിൽ നിന്റെ കാൽച്ചുവട്ടിൽ തന്നെ ഞാൻ കിടന്നിടും. നിന്നെ മാത്രം നോക്കി യാത്ര ചെയ്യും ഞാൻ, നിന്റെ കാൽച്ചുവട്ടിൽ തന്നെ ഞാൻ കിടന്നിടും. നിന്നെ മാത്രം നോക്കി യാത്ര ചെയ്യും ഞാൻ. ഇന്ന് തൽക്കാലം ഒന്നും നമുക്ക് പറയാൻ കഴിയും. കർത്താവേ, എൻ്റെ ജീവിതത്തിൽ എന്തോ സംഭവിച്ചാലും അങ്ങേ വിട്ട് ഞാൻ പോകത്തില്ല. അങ്ങേ മതി എനിക്ക്, അങ്ങയുടെ സാന്നിധ്യം മതി എനിക്ക്. അങ്ങറിയാതെ ഒന്നും എൻ്റെ ജീവിതത്തിൽ സംഭവിക്കത്തില്ല. കർത്താവേ, ഇന്ന് വരെയുള്ള ഈ നിമിഷങ്ങൾ വരെ പലതിലും ഞാൻ അങ്ങേ ചോദ്യം ചെയ്തു. ദൈവത്തെ ചോദ്യം ചെയ്തതെന്നല്ല, ദൈവത്തെ സംശയിച്ചു പോയി. ഓഹ്, അതിൽ നിന്ന് ക്ഷമിക്കണം. ആ സംശയത്തിലൂടെ എന്നിലേക്ക് വന്ന അവിശ്വാസം, എൻ്റെ അവിശ്വാസത്തെ ഒന്നങ്ങ് നീക്കണം. കർത്താവേ, അല്ലെങ്കിൽ വിശ്വാസ വീരന്മാരെ പറ്റി പറയുമ്പോൾ അവർ ഈ ലോകത്തിൽ ഒന്നും വലുതായിട്ട് നേടിയവരല്ല. പക്ഷെ അവരുടെ വിശ്വാസം ആ കാണാത്ത കാര്യത്തിനു വേണ്ടി ദൈവം ശില്പിയായി നിർമ്മിച്ചത്, അടിസ്ഥാനമിട്ടതുമായ ആ നഗരത്തിനാണ്. അവിടെയാണ് കർത്താവ് ഞങ്ങളുടെ ആശ. അതായിരിക്കണം കർത്താവ് ഞങ്ങളുടെ ആശ. ഈ ലോകത്തിലുള്ള മറ്റുള്ളതൊന്നുമല്ല. ലക്ഷങ്ങളല്ല ഞങ്ങളുടെ ആശ. കർത്താവ് നല്ലൊരു ഭാവിയല്ല ഞങ്ങളുടെ ആശ. കർത്താവ് ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ സ്റ്റാറ്റസോ മറ്റുള്ളതൊന്നും അല്ല ഞങ്ങളുടെ ആശ. ഇന്ന് തൽക്കാലം എൻ്റെ ആശ അങ്ങാണ്. ഞാൻ അങ്ങിലാണ് ആശ്രയിക്കുന്നത്. അങ്ങ് മതി എനിക്കെന്ന് പറയാൻ എത്ര പേർക്ക് കഴിയും? അങ്ങനെയുള്ളൊരു വിശ്വാസത്തിലേക്ക് എത്തുവാൻ നമ്മളെ സഹായിക്കണമെന്ന് നമുക്ക് പറയാം. ദൈവത്തിന്റെ സാമീപ്യത്തിലായിരുന്നു ഹവ്വ. എന്നാൽ പിശാചിന്റെ തന്ത്രത്തിൽ താൻ വീണു. ദൈവത്തിന്റെ ഹിതപ്രകാരം ജീവിച്ചൊരു മനുഷ്യനാ ദാവീദ്. പക്ഷെ അവൻ സാത്താൻ തന്റെ ഹൃദയത്തിൽ തോന്നിച്ചപ്പോൾ അതിൽ വീണുപോയി. അനേകർ അതുകൊണ്ട് പട്ടുപോയി. ഹല്ലേലൂയ. ദൈവീക സാന്നിധ്യത്തിൽ കർത്താവിനോട് കൂടെ നടന്നതാ യൂദ. പക്ഷെ യൂദയുടെ ഹൃദയത്തെ സാത്താൻ കയ്യേറി. ദൈവാത്മാവിന്റെ സാന്നിധ്യത്തിൽ നിറഞ്ഞു നിന്ന ഒരു സഭയിലെ വിശ്വാസികളായിരുന്നു ഹനനിയയും സബീറയൊക്കെ. എന്നാൽ ഒരു വ്യാജം കാണിച്ചതാ, കുടുംബം തകർന്നുപോയി. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്നവരെ, ഇന്ന് കേൾക്കാനും നമ്മുടെ ജീവിതത്തിൽ വരുന്ന, നമ്മുടെ ചിന്തകളിൽ ഉരുത്തിരിഞ്ഞു വരുന്ന സംശയങ്ങളെ അത് എന്താണെന്ന് തിരിച്ചറിഞ്ഞ് ശത്രുവിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കാൻ കർത്താവെ എനിക്ക് കൃപ തരണമെന്ന് നമുക്ക് പ്രാർത്ഥിച്ചു തുടങ്ങാം. കർത്താവെ, അതിനായിട്ട് എന്നെ സഹായിക്കണമേ. എൻ്റെ അവിശ്വാസത്തെ നീക്കണമേ. കർത്താവെ, അങ്ങറിയാതെ ഒന്നും എൻ്റെ ജീവിതത്തിൽ സംഭവിക്കത്തില്ലല്ലോ. കർത്താവെ, ഇന്ന് ഈ ദൈവവചനം കേട്ട ഓരോരുത്തരെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും, ഹല്ലേലൂയ, എന്ത് സംഭവിച്ചാലും അത് ദൈവികമാണെന്ന് ഞങ്ങൾ അറിയുന്നു. ഹല്ലേലൂയ. ഒരുപക്ഷെ നഷ്ടമായിരിക്കാം, രോഗമായിരിക്കാം, ഹല്ലേലൂയ, പ്രയാസമായിരിക്കാം, പ്രതികൂലമായിരിക്കാം. പക്ഷെ അതിൻ്റെ മുമ്പിൽ എന്നോടുകൂടി ഈ ദൈവിക സാന്നിധ്യം ഉണ്ടെന്ന് ഞങ്ങൾ അറിയുന്നു. മറ്റുള്ളവർ ഒരുപക്ഷെ നമ്മളെ വിലയിരുത്തുന്നത് നമുക്ക് വന്ന രോഗം കൊണ്ടായിരിക്കാം. ഒരുപക്ഷെ മറ്റുള്ളവർ നമ്മളെ വിലയിരുത്തുന്നത് നമ്മുടെ സാമ്പത്തിക സ്റ്റാറ്റസ് കൊണ്ടായിരിക്കാം. എന്നാൽ ദൈവം അങ്ങനല്ല കേട്ടോ. ദൈവം നോക്കുന്നത് എന്നിൽ അവൻ എത്ര വിശ്വാസം ഉണ്ടെന്നാണ്. അവൻ്റെ വിശ്വാസം എന്നിൽ എത്ര ഉറച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഇന്ന് എന്നെയും നിങ്ങളെ നോക്കി ദൈവം പറയട്ടെ, എന്നിൽ വിശ്വസിക്കുന്ന എൻ്റെ മകൻ, എന്നിൽ വിശ്വസിക്കുന്ന എൻ്റെ മകൻ. ഹല്ലേലൂയ. വിശ്വാസത്താൽ, വിശ്വാസത്താൽ, വിശ്വാസത്താൽ എന്ന് ദൈവം പറയട്ടെ.
എന്നിൽ അടിയുറച്ച് ജീവിക്കുന്നവരെന്നും വിശ്വസിക്കുന്നവരെന്നും ദൈവം പറയട്ടെ. കർത്താവെ, അങ്ങനെയുള്ള ഒരു അവസ്ഥയിലേക്ക് ഞങ്ങളെ ആക്കണമേ. അങ്ങനെയുള്ള ഒരു അവസ്ഥയിലേക്ക് അങ്ങ് ഞങ്ങളെ എത്തിക്കണമേ. വിശ്വാസത്തിന്റെ തീവ്രതയിൽ വിശ്വാസം ഞങ്ങളെ പഠിപ്പിക്കണമേ. ഞങ്ങൾ അവിശ്വാസത്തെ ഞങ്ങളിൽ നിന്ന് എടുത്തു മാറ്റണമേ. കർത്താവെ, അവിശ്വാസത്താൽ പലപ്പോഴും സംശയിച്ചു പോയത്, അങ്ങയുടെ വചനങ്ങളെ അനുസരിക്കാതെ പോയത്, അങ്ങയുടെ വചനങ്ങളെ മറുതലിച്ച് നിന്നത്, അങ്ങ് ഞങ്ങളോട് ക്ഷമിക്കണം. കർത്താവെ, ഇന്ന് കടന്നു വന്ന് ഓരോരുത്തരെയും അനുഗ്രഹിക്കും. ജീവിതത്തിൽ വിശ്വാസം അടുത്തൊരു ലെവലിലേക്ക് എത്തുവാൻ അവരെ സഹായിക്കും. അതിനായിട്ട് അവരെ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയും യാചനയും കേട്ടിരിക്കാൻ സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. അങ്ങനെയെങ്കിൽ ജീവിതത്തിൽ സംശയത്താൽ, വഞ്ചനയിൽ അകപ്പെടാതെ വിശ്വാസത്താൽ ദൈവത്തോട് ചേർന്ന് നിൽപ്പാൻ ദൈവം നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. താങ്ക് യു, താങ്ക് യു, താങ്ക് യു.